നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ധനമന്ത്രി കെ.എം. മാണിക്കെതിരെയും ജോസ് കെ മാണിക്കെതിരെയും ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് പി.സി. ജോർജ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. ടയർ കമ്പനി ഉടമകളിൽ നിന്ന് ജോസ് കെ മാണി 10 കോടി രൂപ കൈക്കൂലി വാങ്ങി. മാണിയുടെ വീട്ടിൽ നോട്ടെണ്ണുന്ന യന്ത്രമുണ്ടെന്ന് കൈക്കൂലി നൽകിയവർ വെളിപ്പെടുത്തിയതായി പി.സി. ജോർജ് കത്തിൽ ചൂണ്ടിക്കാട്ടി. കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ എന്ന നിലയിൽ പാർട്ടിയുടെ ലെറ്റർ പാഡിൽ നൽകിയ കത്തിലാണ് മാണിക്കും മകനുമെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉള്ളത്. റബ്ബർ വിലയിടിവിനെതിരെ സമരം സംഘടിപ്പിക്കാതിരിക്കാൻ വൻകിട ടയർ കമ്പനികളിൽ നിന്ന് ജോസ് കെ മാണി 10 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്ന പി.സി. ജോർജ് കത്തിൽ വെളിപ്പെടുത്തുന്നു. ഈ വിവരം കെ.എം. മാണി ധരിപ്പിച്ചപ്പോൾ അവന്റെ പോക്ക് ശരിയല്ല ജോർജ് എന്ന് പറഞ്ഞ് നിശബ്ദനായി മുഖം കുരിച്ച് മാണിയിരുന്നു. ഇക്കാര്യം റിപ്പോർട്ടറിന് നൽകിയ അഭിമുഖത്തിലും പി.സി. ജോർജ് ചൂണ്ടിക്കാട്ടി. റബ്ബർ വ്യവസായത്തിൽ നിന്ന് മേടിച്ച കാശ് കൈവച്ചിരിക്കുകയല്ലേ. ജോസ് കെ മാണി കാശ് മേടിച്ചാലും അയാൾ പറയട്ടെ. അയാൾ പ്രസവിച്ചുകൊണ്ട് കിടക്കല്ലേ. റബ്ബർ സംഭരണം കൊണ്ട് ഗുണമില്ലെന്ന് മനസ്സിലാക്കണം. ജോസ് കെ മാണിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായില്ലേ? അയാൾ പ്രസംഗിക്കുക. ഞാൻ ഇരിക്കുന്ന പ്രസംഗിച്ചു സംഭരണം കൊണ്ട് ഒരു കാര്യമില്ലെന്ന്. പൂവാറിലെ റിസോർട്ടും രാജ്യത്തിന് വെളിയിൽ പടുത്തുയർത്തുന്ന അന്താരാഷ്ട്ര നിലവാരമുള്ള മെഡിസിറ്റിയും ആരും അറിയാതെ കെ.എം. മാണിക്ക് പൂർത്തിയാക്കണം. ഇതിനായി തന്നെ നിശബ്ദനാക്കുകയാണ് മാണിയുടെ ലക്ഷ്യമെന്നും പി.സി. ജോർജ് കത്തിൽ വിമർശിക്കുന്നു. കെ.എം. മാണിയുടെ വീട്ടിൽ നോട്ടെണ്ണുന്ന യന്ത്രമുണ്ടെന്ന് താനും കേട്ടിട്ടുണ്ട്. 12ാം ബഡ്ജറ്റിനോടനുബന്ധിച്ച് 5 കോടി രൂപ മാണിക്ക് കൈക്കൂലി നൽകിയതിൽ 8000 രൂപയുടെ കുറവുണ്ടായപ്പോൾ മാണി ക്ഷുഭിതനായി. 5 കോടി രൂപ തികച്ചു കൊണ്ടുവന്നാൽ മതിയെന്ന് മാണി അവരെ ശാസിച്ചു. ഇക്കാര്യവും പി.സി. ജോർജ് മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇത്ര രൂപ കൊടുത്തപ്പോൾ ഇത്ര രൂപ കുറവുണ്ടെന്നും പറഞ്ഞ് കാശ് തിരികെ കൊടുത്തുകൊണ്ടും പൂർണ്ണമായിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അത് കാശ് മേടിച്ചുകൊണ്ട് പോയെന്നും പറഞ്ഞൊരു ചരിത്രമുണ്ട്. ഞാനിതിലേക്ക് ഇപ്പം കിടക്കുന്നില്ല. അമിതമായ പുത്രവാത്സല്യത്തിന്റെ പിടിയിലമർന്ന് കുലമുടിയാൻ കാരണഭൂതനായ ധൃതരാഷ്ട്രരുടെ അവസ്ഥയിലാണ് ഇന്ന് കെ.എം. മാണിയെന്നും പി.സി. ജോർജ് കത്തിൽ കുറ്റപ്പെടുത്തുന്നു. അഴിമതിയുടെയും സാമ്പത്തിക സമാഹരണത്തിന്റെയും വിശദാംശങ്ങളും തെളിവുകളും ഉടൻ തന്നെ മുഖ്യമന്ത്രിക്ക് നൽകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പി.സി. ജോർജ് കത്ത് അവസാനിപ്പിക്കുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. കേരള കോൺഗ്രസ് ബി ചെയർമാൻ ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, കേരള കോൺഗ്രസ് ജേക്കബ് ചെയർമാൻ ശ്രീ ജോണി നെല്ലൂർ, കോൺഗ്രസ് വക്താവ് ശ്രീ ജോസഫ് ആഴയ്ക്കൻ, അഡ്വക്കേറ്റ് ജയശങ്കർ എന്നിവരാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, ഇന്നിപ്പോൾ കെ.എം. മാണി പറയുന്നത് മഹാന്മാരുടെ പേരാണ് ഇത്തരം പട്ടികയിൽ വരുന്നത് എന്നാണ്. ആ രീതിയിലാണ് മാണി അതിനെ ന്യായീകരിക്കുന്നത്. ഏതായാലും അതിനകത്ത് വന്നവരുടെ പേര് അവരെല്ലാം മഹാന്മാരാണ് എന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും ഈ പേര് ഇങ്ങനെ സരിത ഉയർത്തി കാണിച്ച് നിങ്ങൾ കാണിച്ച പേരുകൾ, ആ പേരുകളൊക്കെ മഹാന്മാരാണ് എന്ന് മാണി പറഞ്ഞതിൽ എനിക്ക് അദ്ദേഹത്തോട് യാതൊരു പ്രതിഷേധവുമില്ല. അദ്ദേഹം തന്നെ വേണമല്ലോ അത് പറയാൻ. അതുകൊണ്ട് അത് കുഴപ്പം. ഞാൻ ആ വിഷയത്തിലേക്ക് ഇപ്പം കടക്കുന്നില്ല. ഏതായത് വളരെ ഇപ്പം എനിക്ക് എന്നെ സംബന്ധിച്ചുള്ളത് ഇപ്പോൾ സരിതയുടെ പ്രശ്നമൊന്നുമല്ല. ഞാനത് കാര്യമായിട്ട് എടുക്കുന്നില്ല. ഇവിടെ നടക്കുന്ന ഇപ്പോൾ എനിക്ക് ഇച്ചിരി താല്പര്യമുള്ള ആളാണ് അവിടെ ഇരിക്കുന്ന വാഴക്കൻ. അയാളെ പറ്റി കുറച്ചൊരു മതിപ്പുള്ള ആളാണ്. വാഴക്കനും ഞാനും കൂടെ മാണിക്കെതിരായി രാമപുരത്ത് തന്നെ വാഴക്കൻ വിളിച്ചുകൊണ്ട് പോയി പ്രസംഗിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വാഴക്കനോട് എനിക്ക് ആ പഴയ താല്പര്യം ഇപ്പോഴും ഉണ്ട്. ഇനിയിപ്പോൾ ഭാവിയിലും വേണ്ടി വരും. അത് ഞാൻ കിടക്കുന്നില്ല. ഒരു കാര്യം ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. മുന്നണിയിൽ, അത് ജോണിക്കും ആകാവുന്ന അതിന് മറുപടി പറയുന്ന ആവശ്യമാണ്. മുന്നണിയിൽ 2 തരം നിലപാടുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടയാളാണ് ഉമ്മൻചാണ്ടി. ആർ ബാലകൃഷ്ണപിള്ള വെച്ച മന്ത്രിയെ, ജയിപ്പിച്ചു കൊണ്ടുവന്ന് വെച്ച മന്ത്രിയെ പാർട്ടിക്കെതിരായും പാർട്ടി പുലർക്കാനും പാർട്ടി നശിപ്പിക്കാനും തുടങ്ങിയ സാഹചര്യം വന്നപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി മന്ത്രിയെ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തപ്പം അതിൽ നടപടിയില്ലാതെ കൊണ്ടു നടന്ന് 1.5 കൊല്ലത്തോളം ഞങ്ങളെ വിഷമിപ്പിച്ച ഉമ്മൻചാണ്ടി ഇന്ന് പറയുന്നു മുന്നണി മര്യാദ അനുസരിച്ച് ഈ രാജ്യത്ത് മാണി പറഞ്ഞു ചെയ്യണമെന്ന്. മാണി പറഞ്ഞു ചെയ്യണം. ഞാൻ അഭിപ്രായക്കാരനാണ്. കാരണം മാണിയാണ് ആ പാർട്ടിയുടെ നേതാവ്. കേരള കോൺഗ്രസ് എം പറഞ്ഞാൽ അത് ചെയ്യണം. ചെയ്യുന്നതിന് യാതൊരു തെറ്റുമില്ല. അതാണ് ചെയ്യുന്നത്. പക്ഷേ ബാലകൃഷ്ണപിള്ളയുടെ കാര്യത്തിൽ ഒന്നിപ്പോൾ ചെയ്യാതിരുന്നത് എണ്ണം കുറഞ്ഞതുകൊണ്ടും മറ്റ് ചില പരിഗണനകളുണ്ട്. ആ പരിഗണനയൊക്കെ ഭാവിയിൽ നമ്മൾ കേൾക്കാം. ഇപ്പം ഞാൻ കിടക്കുന്നില്ല. ആ പരിഗണന കൊണ്ടുമാണ്. അത് ശരിയാണോ? അങ്ങനെ ചെയ്തത് ശരിയാണോ എന്ന് ആലോചിക്കണം. ഒരു മുറ്റത്ത് 2 കച്ചവടം, ഒരേ മുന്നണിയിൽ 2 കച്ചവടം. ഇവിടെ 958 മുതൽ മുന്നണി പ്രവർത്തിക്കുന്ന ആളാണ് ഞാൻ. പല ഘട്ടങ്ങളും ഉണ്ടായിട്ട് NDPയുടെ മന്ത്രിയെ മാറ്റിയിട്ടുണ്ട്. കിടങ്ങൂർ എഴുതി കൊടുത്തപ്പോൾ രാമേന്ദ്രൻ നായരെ വെച്ചു, കർത്താവിനെ മാറ്റി, പിന്നെ ഒരാളെ കൂടെ മാറ്റി. ഇങ്ങനെ മാറ്റിയ സന്ദർഭങ്ങളുണ്ട്. കോൺഗ്രസിന്റെ മന്ത്രിമാരെ KPC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള KPC തീരുമാനിച്ചപ്പോൾ മാറ്റി. മറ്റു ചില കക്ഷികളുടെ മന്ത്രിമാരെ മാറ്റി. ഉദാഹരണത്തിന് CH മുഹമ്മദ് കോയെ മാറ്റി. മറ്റു ചില മന്ത്രിമാരെ മുസ്ലിം ലീഗ് മാറ്റി. ഇതൊക്കെ പാർട്ടി തീരുമാനമാണ്. മുന്നണി സംവിധാനത്തിലാണ്.
അതുപോലെ PSPയിൽ മാറ്റി. മുന്നണി സംവിധാനത്തിൽ NK ശേഷനും കോരനും വന്നത് മാറ്റിയാണ് വന്നത്. അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. ചെയ്യാത്ത 8 ഇൻസിഡൻസ് ഈ ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. എന്നിട്ട് ഈ ഉമ്മൻചാണ്ടി പറയുന്നത് കേരള കോൺഗ്രസ്സുകാരനെ അത് സാരമില്ല, മാണി പറഞ്ഞാൽ അത് മാറ്റണം, അതിന്റെ എണ്ണമാണ് പ്രശ്നം, മാണി പറഞ്ഞാൽ മാറ്റണം. ദയവായി തുടരുക. അഡ്വക്കേറ്റ് ജയശങ്കർ, ശ്രീ R ബാലകൃഷ്ണപിള്ള പറയുന്ന ആ കാഴ്ചപ്പാട് അത് ശരിയാണോ? കാരണം ഇന്നിപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞത് മുന്നണി മര്യാദ, അതിൻ്റെ ഇതുവരെയുള്ള നടത്തിപ്പ് അത് മുന്നോട്ട് കൊണ്ടുപോവുക മാത്രമാണ് താൻ ചെയ്തത് എന്നാണ്. PC ജോർജിൻ്റെ കാര്യത്തിൽ പലരും തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് പോലും, അങ്ങനെയല്ല, കത്ത് കിട്ടിയപ്പോൾ തന്നെ നടപടിയെടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞപ്പോൾ പോലും അങ്ങനെ ചെയ്യാതെ ഒരു ഒത്തുതീർപ്പ് ചർച്ച താൻ നടത്തി, അതിനുശേഷമാണ് ഈ നടപടി എന്ന് പറയുന്നു. R ബാലകൃഷ്ണപിള്ളയ്ക്ക് ഒരു നീതി, KM മാണിക്ക് മറ്റൊരു നീതി എന്നാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം എന്തായിരിക്കും? അതിന്റെ അടിസ്ഥാനം വളരെ വ്യക്തമല്ലേ. ബാലകൃഷ്ണപിള്ള ഒരു കത്ത് കൊടുത്തപ്പോൾ 1.5 കൊല്ലം അദ്ദേഹത്തെ നടത്തി. KM മാണി കൊടുത്തപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം വെച്ചുകൊണ്ടിരുന്നു. ഇത് മുസ്ലിം ലീഗാണ് ആവശ്യപ്പെട്ടതെന്ന് വിചാരിക്കുക. മുസ്ലിം ലീഗിന്റെ മന്ത്രി മാറ്റണമെന്നല്ല, മന്ത്രിസഭയിൽ വേറെ ഏതെങ്കിലും ഒരു അംഗത്തെ മാറ്റണം എന്നൊരു അപേക്ഷ മുസ്ലിം ലീഗാണ് കൊടുത്തെങ്കിൽ ഉമ്മൻചാണ്ടി അത് കത്ത് കിട്ടുന്നതിന് മുമ്പ് തന്നെ ആളെ മാറ്റുമായിരുന്നു. ആള് വില കല്ലുവില, അത് ബാലകൃഷ്ണപിള്ള സാറിന് അറിയാവുന്ന കാര്യമുള്ളൂ. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇന്നിപ്പോൾ ഉമ്മൻചാണ്ടി പറയുന്നത്, ഇപ്പോൾ PC ജോർജ് പറയുന്ന ഒരു കത്ത് അദ്ദേഹം കൊടുത്തു. ആ കത്തിൽ ജോസ് കെ മാണി പണം വാങ്ങിയതിൻ്റെ വിവരങ്ങൾ, അതുപോലെ KM മാണി സരിതയുടെ പരാതി അത് ഒത്തുതീർപ്പ് ആക്കുന്നതിന് വേണ്ടി മാവേലിക്കരയിലെ ഒരു വസതിയിൽ പോലീസ് അകമ്പടിയും ഔദ്യോഗിക വാഹനവും എല്ലാം ഉപേക്ഷിച്ച് കാണാൻ പോയത്, അതെല്ലാം നേരത്തെ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചത്, ഇതെല്ലാമാണ് PC ജോർജിൻ്റെ കത്ത്. പക്ഷേ ഉമ്മൻചാണ്ടി പറയുന്നത് ആ കത്ത് വായിച്ചിട്ട് അദ്ദേഹം PC ജോർജിനെ വിളിച്ചു. ആദ്യം വിചാരിച്ചു ഓർമ്മക്കുറവാണെന്ന്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങൾ വരെ എഴുതിയപ്പോൾ ഇതൊന്നും PC ജോർജ് പറഞ്ഞിട്ടില്ല, പറയാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ പുതിയതായി കത്തിൽ നൽകിയിരിക്കുന്നത് എന്നാണ്. നമ്മുടെ മുഖ്യമന്ത്രിക്ക് 70 വയസ്സിലധികം പ്രായമായി. അദ്ദേഹത്തിന് ഓർമ്മക്കുറവുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും വ്യക്തമാണ്. ഗണേഷ് കുമാർ ഒരു കത്ത് കൊടുത്തപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞ കത്ത് കിട്ടിയിട്ടില്ല എന്നാണ്. പിന്നെ ഗണേഷ് കുമാർ അതിന്റെ കിട്ടി എന്ന കോപ്പി റെസീപ്റ്റ് സഹിതം ഹാജരാക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു കത്ത് കിട്ടി, പക്ഷെ ഞാനത് വായിച്ചു നോക്കിയില്ല, വായിച്ചപ്പോൾ വേറെ എന്തോടെ മനസ്സിലായത്, വായിച്ചത് മറന്നുപോയി എന്നൊക്കെയാണ്. ഇത്തരം ഓർമ്മപ്പശകളുള്ള ഒരാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് തുടരണോ എന്ന കാര്യം ആലോചിക്കണം. ദയവായി തുടരുക. ശ്രീ PC ജോർജ്, താങ്കൾ ഇതിനു മുമ്പ് ഇക്കാര്യങ്ങൾ ഉമ്മൻചാണ്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നോ? ഉമ്മൻചാണ്ടി ഇന്ന് ഈ കത്ത് കിട്ടിയ ശേഷം എപ്പോഴാ ജോർജ് ഈ കാര്യങ്ങളൊക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നോ? ആരാണ് സത്യം പറയുന്നത്? കേരളത്തിൽ ജനക്കറിയാം, ഞാൻ ഒരു കളവും പറയാതെ സത്യം പറയുന്നുള്ളൂ. ഉമ്മൻചാണ്ടി എന്നെ വിളിച്ചു എന്നുള്ളത്, എന്നോട് ഇതൊക്കെ എന്നാ പറഞ്ഞെന്ന് ഈ കത്തിനെ പറ്റി ഒരു വാക്ക് അദ്ദേഹം ചോദിച്ചില്ല. എന്താ ചോദിക്കാത്ത? അദ്ദേഹം ആകെ സംസാരിച്ച് ജോർജ് എന്നാണ്ട് വിശേഷം ഒന്നുമില്ല, ഞാൻ ചേട്ടാ UDFിലെ കാര്യത്തിനായി അത് നോക്കാം, അത് വരട്ടെ പറയും, ഞാൻ സംസാരിക്കാം. അപ്പോഴത്തേനും അദ്ദേഹം കട്ടായി പോയി. യാത്രയിലിടയ്ക്കാണ് വിളിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ പിന്നെ വിളിച്ചോളാം, ഇതുവരെ വിളിച്ചിട്ടില്ല, വിളിക്കാതെ ഞാൻ ആദ്യം എന്നെ വിളിച്ച് ശരിയാണ്, പുള്ളി ഈ കത്തിനെ പറ്റി കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക്, ഞാൻ കത്ത് കിട്ടിയോ ചേട്ടാന്ന് ഞാൻ ചോദിച്ചെന്നുള്ളൂ. ആ കിട്ടി എന്ന് പറഞ്ഞു. അപ്പൊ ഈ യാത്രക്കിടയിലാണ് വിളിച്ച് കട്ട് ചെയ്ത് പോയി. അതിന് പിന്നെയും കട്ട് ചെയ്ത് വന്നപ്പോഴത്തേന് അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ പിന്നെ വിളിച്ചോളാം, വേറെ ഉണ്ടോ? ഞാൻ തിരുവനന്തപുരത്തുണ്ട് ചേട്ടാന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ വിളിച്ചോളാം, ഇതുവരെ വിളിച്ചിട്ടില്ല, വിളി നോക്കി കാത്തിരിക്കുക. വിളിച്ചു കഴിയും അങ്ങനെ ഒന്നും ഞെട്ടിപ്പോയെന്ന് ഞാൻ പറയട്ടെ. എന്തുകൊണ്ടാണ് ഞെട്ടിയത് അദ്ദേഹം? ഞാൻ പറഞ്ഞു ഒരു കാര്യം, കേരളത്തിന്റെ മുഖ്യമന്ത്രി, വ്യവസായ മന്ത്രി, ആഭ്യന്തരമന്ത്രി ഇരിക്കുക. ആ 3 പേരും കൂടെ അവിടെ ഇരിക്കുന്നതുകൊണ്ട് ഇവര് KM മാണി വിളിക്കുക. അപ്പൊ ആ സ്റ്റാഫ് ഫോൺ എടുക്കും. മാണി സാറ് ഫോൺ എടുക്കാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞു. പോരെ, എടുക്കല. ആ കുഞ്ഞാലിക്കുട്ടി അങ്ങോട്ട് ഓടുന്നു, രമേശ് ചെന്നിത്തല ഇങ്ങോട്ട് ഓടുന്നു. അവസാനം രമേശ് ചെന്നിത്തല അപ്പുറം ഫോണിൽ എന്താ ഘടിപ്പിച്ച് പിന്നെ മറന്നു നിന്നോ എനിക്കറിയത്തില്ല. സംസാരിച്ച് KM മാണി ലൈനിൽ വരികയും ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല വളരെ വിശദമായി ഇങ്ങോട്ട് സംസാരിക്കുകയും ചെയ്തു. എന്ത് തീരുമാനം ഉണ്ടാക്കാൻ മാണി സാറെ തീർക്കുക, ഇങ്ങനെ പോയാൽ പറ്റുമെന്നൊക്കെ. ഞാനപ്പോൾ അതിനകത്ത് മുറിപ്പോയി ഇരിക്കുക. പിന്നെ വല്ലവരും ഫോണിൽ പറയുന്നത് ഞാൻ ചെവി കൊടുക്കുന്ന സ്വഭാവം ഇല്ലാത്തത് ഞാൻ പിന്നെ കേട്ടില്ല. എനിക്ക് മനസ്സിലായി മാണി സാറായിട്ടാണ്. അത് രമേശ് ചെന്നിത്തലാണ് ശരി. ഉമ്മൻചാണ്ടി എന്തായാലും തലയ്ക്ക് കൈ കൊടുത്ത് ചാരി ഇരിപ്പുണ്ടാക്കാൻ സാറേനെ അത് പടം കൊണ്ടറിയാമല്ലോ. ശ്രീ PC ജോർജ്, ഇന്നിപ്പോൾ ഉമ്മൻചാണ്ടി മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞത്, ആ കത്തിൽ പഴയ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ, ഈ കത്തിൽ ഇപ്പോൾ KM മാണി അദ്ദേഹം വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്ന് പറയുന്ന ആ കാര്യം അത് ശരിയല്ല എന്നും
കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ തന്നെ ഇനി എന്നെ ചർച്ചയ്ക്ക് വിളിക്കേണ്ടതില്ല, എനിക്കൊന്നും പറയാനില്ല, മുന്നണിയുടെ രീതി അനുസരിച്ച് എൻ്റെ പാർട്ടി ഒരു കാര്യം എഴുതി തന്നിരിക്കുന്നു, നിങ്ങളത് നടപ്പാക്കിയാൽ മതി എന്ന് പറഞ്ഞ് ഇനി ചർച്ചയ്ക്കില്ല എന്ന കാര്യം അറിയിച്ചിരുന്നു എന്നും, എങ്കിലും വീണ്ടും ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം ടെലിഫോണിൽ ചർച്ചയ്ക്ക് വന്നു എന്നുമാണ്. അതായത് താങ്കൾ നൽകിയ കത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങൾ അത് ശരിയല്ല എന്നാണ് ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞത്. എന്തായിരുന്നു ഈ ചർച്ചയുടെ പൊതു ഉള്ളടക്കം? 2-3 ദിവസം നിങ്ങൾ ചർച്ച ചെയ്തല്ലോ. അപ്പോൾ ആദ്യം താങ്കളുടെ വാദത്തോടെ 7 ദിവസം എന്തിന് കാത്തിരുന്നു എന്ന് ശ്രീ പി സി ജോർജ് ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ചയിൽ എന്തായിരുന്നു ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവരുടെ ആദ്യ നിലപാട്? എവിടെ വെച്ചാണ് ആ നിലപാടിൽ ഒരു മാറ്റം വരുന്നത്? അവര് 3 പേര് എന്നോട് പറഞ്ഞത് ജോറിയുടെ ആവശ്യം ന്യായമാണ്. അവസാനം ഞാൻ ഇറങ്ങാൻ നേരം പറഞ്ഞ ജോറിയെ എന്ത് ചെയ്യും, ആ മനുഷ്യൻ സമ്മതിക്കില്ല, എന്ത് ചെയ്യും, ഫോൺ എടുക്കാൻ തയ്യാറില്ല, ചർച്ചയ്ക്ക് തയ്യാറില്ല, ഞാൻ എന്ത് ചെയ്യും? മുഖ്യമന്ത്രി എന്നോട് ചോദിച്ചാ കുഞ്ഞാലിക്കുടി സാഹിബും രമേശ് ചെന്നിത്തലയും കേട്ടോണ്ടിരിക്കാൻ പറയട്ടെ, ദൈവത്തെ സാധ്യപ്പെട്ട് പറയട്ടെ, ഒരു മുഖ്യമന്ത്രിക്ക് ഇതിപ്പോ ഗതികേടുണ്ടാകാറുണ്ടോ? അതായത് കീഴിലുള്ള ഒരു മന്ത്രിയെ വിളിച്ചപ്പോ വരാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ഞാനാണ് അങ്ങയുടെ കസേര ഇരിക്കുന്നതെങ്കിൽ മാണി ആ കസേര കാണുകയില്ല ഇന്നലെ. മനസ്സിലായോ? എന്തും പറഞ്ഞിട്ട് കഴിക്കണം വാർത്തയില്ലേ? എന്നിട്ട് ഞെട്ടണ്ട, സത്യം അംഗീകരിച്ചാൽ മതി. എന്നെ വിളിക്കുന്നവരെ വിളിച്ചല്ലോ മുഖ്യമന്ത്രി. എനിക്ക് മുഖ്യമന്ത്രി എതിരൊന്നും ഇല്ല, അങ്ങയുടെ നന്മ മാത്രം ഞാൻ ആഗ്രഹിച്ചു. ശ്രീ പി സി ജോർജ്, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ജോസ് കെ മാണിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുണ്ടല്ലോ. അതായത് ടയർ കമ്പനി ഉടമകളിൽ നിന്ന് ജോസ് കെ മാണി 10 കോടി രൂപ കൈക്കൂലി വാങ്ങി, അതുപോലെ തന്നെ മാണിയുടെ വീട്ടിൽ നോട്ടെണ്ണുന്ന യന്ത്രമുണ്ടെന്ന് കൈക്കൂലി നൽകിയവർ വെളിപ്പെടുത്തി, മാവേലിക്കരയിലെ ഒരു വസതിയിൽ അകമ്പടിയില്ലാതെ, പോലീസ് അകമ്പടിയില്ലാതെ ഔദ്യോഗിക വാഹനങ്ങൾ ഉപേക്ഷിച്ച് കാറിനുള്ളിൽ കൂനിക്കൂടി പതുങ്ങിയിരുന്ന് മാണി പോയി എൻ്റെ മകനെപ്പറ്റി ഇങ്ങനെയൊന്നും പറയരുത്, അതിനെന്താണ് എന്നുള്ള രീതിയിൽ കച്ചവടം നടത്തി എന്ന കാര്യം, ഇത് താങ്കൾ എന്നാണ് ഇക്കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ അറിയിച്ചത്? ഒരു ദിവസം എല്ലാ കാര്യങ്ങളും ഒന്നിച്ചു പറയുകയായിരുന്നോ, അതോ പല ദിവസങ്ങളിലായി ഈ കാര്യങ്ങൾ അറിയിക്കുകയായിരുന്നോ? ഞാൻ 25-ാം തീയതി രാവിലെ വരാൻ പറഞ്ഞ് രാവിലെ വന്ന് ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടായിരുന്നു. അവിടെ ഇരുന്ന് ചിരിച്ചോണ്ട് ഞാൻ ഈ ചരിത്രം മുഴുവൻ പറഞ്ഞതാ അങ്ങേരോട്. പുള്ളി നിവേദനം നോക്കുന്നു, എന്നെ തമാശ കേൾക്കുന്നു, എന്നിട്ട് പുള്ളി ചിരിക്കുന്നു. അത് ഞാൻ ബാക്കിയെല്ലാം ഒന്നും പറഞ്ഞാൽ മര്യാദയല്ലല്ലോ. ഒരു ബഡ്ജറ്റ് കച്ചവടത്തിന് ചരിത്രം ഞാൻ തെളിവ് വെച്ച് പറഞ്ഞു, സാക്ഷിയും പറഞ്ഞു. അപ്പൊ ആ സാക്ഷിയെ മുഖ്യമന്ത്രിക്ക് അറിയാം, പുള്ളി ഒറ്റ ചിരി. ആ ചിരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലായോ? അദ്ദേഹത്തിന് ഇതൊക്കെ അറിയാം. പിന്നെ ഈ തട്ടിമുട്ടി ഈ ഗവൺമെന്റ് ഇത് കൊണ്ടുപോകണ്ടേ, അതിനുവേണ്ടി അദ്ദേഹം വളഞ്ഞും പൊളഞ്ഞും തിരിഞ്ഞും ഒക്കെ നിൽക്കുന്നു. എനിക്ക് അദ്ദേഹത്തോട് ഒരു പരാതിയില്ല അതുകൊണ്ട്. പക്ഷെ ഇങ്ങനെ എത്ര നാൾ പോകും എന്ന് അദ്ദേഹം ചിന്തിക്കുക. സെനയിലായ ഒരു മനുഷ്യനെ ഒരു 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 മകൻ മാത്രം ചിന്തിക്കുന്ന ഒരു ദുർഭൂതമായി മാറിയിരിക്കുന്ന ഒരു മുരട്ട് കിഴവനെ ധനകാര്യമന്ത്രിയായിട്ട് വെച്ചിരിക്കുന്ന മര്യാദയാണോ എന്ന് ഉമ്മൻചാണ്ടി ചിന്തിക്കാനുള്ള. അങ്ങനെ ഒരു മുരട്ട് കിഴവനോ ബോധമില്ലാത്തയാളോ ഒന്നും അല്ല ശ്രീ കെ എം മാണി. കെ എം മാണി ഇന്ന് പല പ്രാവശ്യമായിട്ട് താങ്കൾക്കുള്ള മുന്നറിയിപ്പ്, താങ്കളോട് എടുക്കാൻ പോകുന്ന സമീപനം അതെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും രമേശ് ചെന്നിത്തലയും എല്ലാം ചേർന്ന് ഇപ്പോൾ കെ എം മാണിക്ക് നിങ്ങളുടെ വിശ്വാസമനുസരിച്ച് അടിമ വയ്ക്കുമല്ലോ പള്ളിയിൽ, അല്ലെങ്കിൽ ഒരു അങ്ങനെ അടിമ വച്ചിരിക്കുകയാണ് താങ്കളെ. മാണി പറഞ്ഞിട്ടുണ്ട്, എന്ത് പ്രകോപനം ഉണ്ടായാലും ഈ കുഞ്ഞാടിനെ വിടില്ല, അദ്ദേഹം അറുക്കും താങ്കളെ. എന്റെ പൊന്നു പ്രകാശിന് എത്ര കൊല്ലമായിട്ട് എന്നെ അറിയാം. ഞാൻ എങ്ങനെ അറക്കാൻ നിൽക്കുന്നവനൊന്നും അല്ലെന്ന് മാത്രമല്ല, കെ എം മാണിയും മകനെ എന്ത് ചെയ്യണമെന്നൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നെ ഞാനിപ്പോ പറഞ്ഞേക്കാം, മാണി കേരള കോൺഗ്രസിന് ഏക വൈസ് ചെയർമാനെ PC പറഞ്ഞ തൽസ്ഥാനം നീക്കം ചെയ്യണമെന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ട് വിടാനും ആഗ്രഹിച്ചാൽ നടക്കില്ല. ഞാൻ മാണിയും കൊണ്ടേ ഉള്ളൂ. ഞാൻ കേരള കോൺഗ്രസിന് ഏക വൈസ് ചെയർമാനാ. ഒരു കാരണവശാലും ഈ സ്ഥാനത്ത് ഞാൻ മാറാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഏക വൈസ് ചെയർമാൻ എന്ന നിലയിൽ ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി 2000 പേരാ. അത് ഇലക്ഷൻ കമ്മീഷനൊന്നുമില്ല, പത്രത്തിൽ പരസ്യം കൊടുത്ത് ഞാൻ വിളിച്ചു കൂട്ടായിരിക്കുക. എന്നിട്ട് ഞാൻ അവിടെ വെച്ച് പറയും, അവിടെ വെച്ച് ആരെ അറിയണം ഞാൻ കൊണ്ടുവന്നു. ഇതുവരെ പറഞ്ഞാൽ ഇതുവരെ സ്റ്റേറ്റ് കമ്മിറ്റി പോലും കൂടിയിട്ടില്ലാത്തൊരു പാർട്ടിയാ, പറഞ്ഞ ഘടനയില്ല. ഇലക്ഷൻ കമ്മീഷൻ ഏതാണ്ട് കള്ളാസ് എഴുതി കൊടുത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ സംസ്ഥാന കമ്മിറ്റി തിരുനക്കരങ്ങാൻ സ്റ്റേറ്റ് കമ്മിറ്റി വിളിച്ചു വിട്ടിട്ട് നമ്മുടെ പാർട്ടി ചെയർമാൻ പ്രിയങ്കരനായ കെ എം മാണി ചെയ്തിരിക്കുന്ന പാപങ്ങൾ 1, 2, 3, 4, 5 കൈക്കൂലിയുടെ എണ്ണം 6, 7, 8 ഇങ്ങനെ പറയും. അതിനകത്ത് പാവപ്പെട്ട കർഷകനെ വഞ്ചിച്ചതും റബ്ബർ കർഷകരെ വിറ്റ് കാശാക്കിയതും ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് വന്നവർ രാജി വേണ്ടെന്ന് പറഞ്ഞതും ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വം ഈ മാണിയിലുള്ളതും എല്ലാം ഞാനങ്ങ് പറഞ്ഞ് മനസ്സിലാക്കും.
അതുകൊണ്ട് ഈ മുരട്ട് കിഴവനെ ഇനി ചെയർമാനായിട്ട് വേണോ എന്ന് ഞാൻ വിളിച്ചു ചോദിക്കും. അപ്പോൾ ജനം പറയും വേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ രാത്രി ചെയർമാൻ അവിശ്വാസം കൊടുത്ത് പാസ്സാക്കിയതായിട്ട് പ്രഖ്യാപിക്കും. അതല്ല, പാസ്സാക്കിയായിട്ട് വേണം എന്ന് പറഞ്ഞാൽ ഞാൻ വോട്ടിടാൻ പറയും. വോട്ടിട്ട് വേണം വേണ്ട എന്ന് വെച്ച് ഭൂരിപക്ഷ അഭിപ്രായം മാനിച്ച് ചെയ്യും. മാറണം എന്നാണ് ജനം ഭൂരിപക്ഷം പറയുന്നെങ്കിൽ മാണിയെ മാറ്റിയിട്ട് പുതിയ ചെയർമാനെ തിരഞ്ഞെടുക്കും. അത് പി ജെ ജോസഫോ ഈ നമ്മുടെ ചങ്ങനാശ്ശേരി MLA ഒക്കെ ആകുന്നതിന് എനിക്കെതിരൊന്നുമില്ല. പിന്നെ ജനം PC ചെയർമാനാകാൻ പറഞ്ഞ് ഞാനാകും. ഇപ്പൊ ജനവികാരമല്ലേ മാനിക്കണ്ടായി. കാരണം മാണിയുടെ ഈ പാർട്ടിയും ജോസഫിന്റെയും അതിൽ താങ്കളൊന്ന് തുടരണം. അത് നടക്കുമോ എന്ന് പറയാൻ കഴിവുള്ള ഒരാളാണ് ആർ ബാലകൃഷ്ണപിള്ള. കാരണം ആർ ബാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ KM ജോർജിന്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് ഉണ്ടാക്കിയപ്പോൾ ആ യോഗത്തിന് പങ്കെടുക്കാത്ത ഒരു DCC സെക്രട്ടറി മാത്രമായിരുന്നു ശ്രീ KM മാണി. പിന്നീട് അദ്ദേഹം പാർട്ടി പിടിച്ചു, എതിരാളികളെ മുഴുവനും ഇല്ലാതാക്കി. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, ഈ PC ജോർജ് പറയുന്നത് പോലെ തിരുനക്കര മൈതാനത്ത് ഒരു യോഗം വിളിച്ചു ചേർത്ത് പത്രപരസ്യം കൊടുത്ത് അങ്ങനെ മാണിയെ മറികടക്കാൻ ജോർജിന് കഴിയുമോ? മാണിയുടെ ഈ കൗടില്യം, ഒരു കുടില ബുദ്ധി, അതിനെ മറികടക്കാൻ, രാഷ്ട്രീയ കുടിലത, അതിനെ മറികടക്കാൻ ജോർജിന് കഴിയുമോ? എന്താണ് താങ്കളുടെ അനുഭവം ചുരുങ്ങിയ വാക്കുകളിൽ? എനിക്ക് വലിയ അനുഭവം ഒന്നും ഞാനിപ്പോ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. മാണിയുടെ സീനിയേഴ്സായി ഉണ്ടായിരുന്ന മാണി ഏറ്റവും ജൂനിയറാണ്. 1964 തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പാണ് KM മാണി പാർട്ടിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അന്ന് വരെ അദ്ദേഹം DCC സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തമായി എന്റെ ഓർമ്മ അദ്ദേഹം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാകാനുള്ള പരിശ്രമത്തിലായിരുന്നു. പക്ഷെ അത് കൊടുത്തില്ല. എന്റെ ഓർമ്മ MM ജേക്കബിന് സ്ഥാനാർത്ഥിയായി വന്നുവെന്നാണ്. അന്ന് മാണിയെ കണ്ട് ഈ സ്ഥാനാർത്ഥിയാകണമെന്ന് ആവശ്യപ്പെടാൻ പോയവരിൽ ഒരാളാണ് ഞാനും. അതെന്താന്ന് വെച്ചാൽ KPCCയിൽ മെമ്പറായിരുന്നു, ജില്ലാ സെക്രട്ടറിയാണ്. ജില്ലാ പ്രസിഡന്റായിരുന്ന മാത്തച്ഛൻ ഗുരുവിലാക്കുന്തേര്, OV ലൂക്കോസ്, അതുപോലെ ഇവരെല്ലാം നമ്മുടെ കൂടെ പോന്നു. KV കുര്യന്, ഇങ്ങനെ എല്ലാവരും പോന്നു കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തെ കണ്ടപ്പോ അദ്ദേഹം ആവശ്യപ്പെട്ടത് തെരഞ്ഞെടുപ്പിന്റെ ചെലവിനുള്ള കാശ്. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, അത് താങ്കൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അറിയേണ്ടത് ഈ PC ജോർജ് എന്ന് പറയുന്ന കേരള കോൺഗ്രസിന്റെ വൈസ് ചെയർമാന് KM മാണി എന്ന് പറയുന്ന 83 വയസ്സായ തന്ത്രജ്ഞനെ മറികടക്കാൻ കഴിയുമോ ഇല്ലയോ? ഇപ്പൊ എനിക്ക് തോന്നുന്ന ജോർജ് ഒന്ന് ആഞ്ഞു ശ്രമിച്ചാൽ പഴയ സ്ഥിതിയല്ല. കത്തോലിക്ക സഭയും മെത്രാന്മാരിലും മാണിക്ക് പഴയതുപോലെ സ്വാധീനമില്ല. ഞങ്ങളുടെ കാലത്ത് അങ്ങനല്ല. ജോർജ് സാറിനെ ഒറ്റപ്പെടുത്തി കോതമംഗലം ഡയസിസ് മാത്രം ജോർജ് സാറിൻ്റെ കൂടെ വരികയും പാലാ ചങ്ങനാശ്ശേരി ഡയസിസുകളൊക്കെ ആ പ്രദേശത്തുള്ള ആളെന്ന് വിളിച്ച് മാണിക്ക് സപ്പോർട്ട് കൊടുക്കുകയും ഒരു ഘട്ടത്തിൽ ചെയ്തു. ദീപിക പത്രത്തിന്റെ സപ്പോർട്ടും അന്നൊരു ഘട്ടത്തിൽ മാണിയോടൊപ്പമായി. അതിന്റെ കാരണം പാലാ രാഷ്ട്രീയമാണ്, മാണിയോടൊപ്പമായി. പക്ഷെ ഇന്ന് ആ സ്ഥിതി ഇല്ല, നേരെ തിരിച്ചാ. ജോർജ് ആത്മാർത്ഥമായി ശ്രമിച്ചാൽ ഞങ്ങൾക്കുണ്ടാക്കാൻ കഴിഞ്ഞതിനേക്കാൾ മാറ്റം ഉണ്ടാകും. കാരണം എന്റെ സമുദായം വേറെയാണല്ലോ. അതാണല്ലോ എന്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. എന്റെ സമുദായമാണല്ലോ. ഞാൻ കിടന്ന വ്യക്തമാണ്. ശ്രീ PC ജോർജ്, ആർ ബാലകൃഷ്ണപിള്ള പറയുന്നു പണ്ട് മുൻഗാമികളെ ചവിട്ടിത്താഴ്ത്തിയ, KM ജോർജിനെ ഒന്നുമല്ലാതാക്കിയ, അല്ലെങ്കിൽ അന്ന് ശ്രീ ആർ ബാലകൃഷ്ണപിള്ള പ്രസംഗിച്ച പോലെ അതിൻ്റെ ഘാതകൻ ഈ സ്റ്റേജിലുണ്ട് എന്ന് പറയുന്ന ആ അവസ്ഥയല്ല. കത്തോലിക്ക സഭയുടെ നിലപാടിൽ മാറ്റം വരുന്നു, ഓർത്തഡോക്സ് സഭയുടെ നിലപാടിൽ മാറ്റം വരുന്നു, യാക്കോബായ സഭ മാറുന്നു. താങ്കൾ എന്ന ഒരു കത്തോലിക്കൻ കൂടിയാണ്. അതാണ് ബാലകൃഷ്ണപിള്ള ചൂണ്ടിക്കാണിക്കുന്നത്. ആഞ്ഞ് ശ്രമിച്ചാൽ നടക്കും. ആഞ്ഞ് ശ്രമിക്കാൻ തന്നെയാണോ തീരുമാനം? അതിന് ആ രീതിയിൽ പിന്തുണയുണ്ടോ? എന്റെ ഒരു കാര്യം പ്രകാശം, ആഞ്ഞൊന്നും ശ്രമിക്കണ്ട. ഞാൻ അനങ്ങി ശ്രമിച്ചാലും പോക്ക് കേസ് കെട്ടാണ്. നിങ്ങൾ ധൈര്യമായിട്ട് അവിടെ നിന്നു, ഒന്നും ഭയപ്പെടണ്ട. മാണി മെത്രാന്മാരെ ചാക്കിട്ട് പിടിച്ച് കള്ളത്തരം കാണിക്കാൻ നടന്നു. പക്ഷെ മെത്രാന്മാരൊക്കെ സത്യം മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ കത്തോലിക്ക സഭ അഴിമതിക്കാർ കൂട്ടു നിൽക്കില്ല. ഇതുപോലെ വ്യക്തമായി അഴിമതിക്കാരൻ തെളിഞ്ഞ ആളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? ശ്രീ PC ജോർജ്, അതിന് മുന്നോടിയായി ശ്രീ PC ജോർജ്, എങ്ങനെയാണ് താങ്കൾ ഇപ്പോൾ ബാർ കേസ് അന്വേഷിക്കുന്നു, വിജിലൻസ് അന്വേഷണം, അതുപോലെ തന്നെ സോളാർ കേസ് അന്വേഷിക്കുന്നു, ഈ കമ്മീഷനുകളിൽ ഇന്നിപ്പോൾ താങ്കൾ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ലെറ്റർ ഹെഡിലാണ്. അതായത് KM മാണി ചെയർമാൻ, PJ ജോസഫ് വർക്കിംഗ് ചെയർമാൻ, താങ്കൾ വൈസ് ചെയർമാൻ എന്നുള്ള ആ ലെറ്റർ ഹെഡിലാണ് ഉമ്മൻചാണ്ടിക്ക് മാണിയും മാണിയുടെ മകനും കള്ളന്മാരാണ് എന്ന കത്ത് കൊടുത്തിരിക്കുന്നത്. താങ്കൾ ആ പദവിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ കമ്മീഷനുകളിൽ ഇപ്പോൾ താങ്കൾ മുഖ്യമന്ത്രിയോട് പറഞ്ഞ കാര്യങ്ങൾ സോളാർ കമ്മീഷന് മുന്നിലും ബാർ അന്വേഷണ സംഘത്തിന് മുന്നിലും വെളിപ്പെടുത്തുമോ?
തീർച്ചയായിട്ടും. അത് പിന്നെ എനിക്ക് വേദവസ്ത്രം പിടിച്ച് സത്യം ചെയ്ത് വർത്താനം പറയുമ്പോൾ കള്ളം പറയാൻ പറ്റുമോ? ഒന്നുമില്ലാതെ മനസാക്ഷിക്ക് മുമ്പ് സത്യം പറഞ്ഞു നടക്കാൻ ഞാൻ മാണിയെ രക്ഷിക്കാൻ വേണ്ടി നുണ പറയാമെന്ന് എന്നെ കിട്ടുകയില്ല. ഞാൻ സത്യം പറയുന്നത് മാണിക്കറിയാലോ. മാണി വിഷമിക്കണ്ടെന്ന്. എനിക്ക് 83 വയസ്സുകാരൻ ജയിലിൽ പോകുന്നൊന്നും ഇഷ്ടമില്ല. അവിടെ ഈ കമ്മീഷണർ പറയും നിങ്ങൾ ശിക്ഷിക്കരുത്, ജയിലിലൊന്നും വിടരുത്, രാജി വെച്ച് വീട്ടിൽ പോയി സൗമ്യമായി അവസാന കാലത്ത് ജീവിക്കാൻ സമ്മതിക്കണമെന്ന് ഞാൻ കോടതിയോട് പറയുമല്ലോ. എനിക്ക് ഈ മനുഷ്യനെ എനിക്ക് തമാശ. അതായത് രക്ഷിക്കണമെന്ന് കോടതിയോട് പറയുമോ, അതോ താങ്കൾ പറയുന്ന പോലെ പണം എണ്ണുന്ന യന്ത്രമുണ്ട്, 2 കോടി മേടിച്ചതറിയാം, 10 കോടി മേടിച്ചതറിയാം, അതുപോലെ തന്നെ സരിതയുടെ കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അറിയാം, വൈസ് ചെയർമാൻ എന്ന നിലയിൽ എനിക്ക് ഈ ചെയർമാൻ ചെയ്ത എല്ലാ കൊള്ളരുതായികളും അയ്യോ സാറേ ചെയ്യല്ലേ എന്ന് ഞാൻ അതത് സമയത്ത് പറഞ്ഞതാണ് എന്ന രീതിയിൽ തെളിവ് സഹിതം കൊടുക്കുമോ? കൊടുക്കൂല്ലോ. എന്താ വിഷയം? വിജിലൻസിന്റെ മുമ്പിൽ ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പോവുക. അത് ഇപ്പൊ 2 ഡേറ്റ് പറയും മാണി ഞെട്ടും. 2014 ഏപ്രിൽ 28. വേറൊന്ന് 2014 ഓഗസ്റ്റ് 19 നെടുമ്പാശ്ശേരിയിലും ഏപ്രിൽ 28 കരുനാഗപ്പള്ളി പീഡബ്ല്യൂ റെസ്റ്റ് ഹൗസിൽ വെച്ച് നടന്ന കാര്യങ്ങൾ അതേപടി ഞാൻ തെളിവ് സഹിതം കോടതി മുമ്പിൽ കൊടുക്കും, വിജിലൻസിനും കൊടുക്കും. മാണി ശിക്ഷപ്പെടും, ഒരു സംശയം വേണ്ട. മാണിയെ കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കാൻ ഇപ്പോൾ ഇതൊന്നും പറഞ്ഞത് കേട്ടില്ല എന്ന് പറഞ്ഞ് കണ്ണും കാതും വായയും എല്ലാം പൊത്തി നടക്കുന്ന ഉമ്മൻചാണ്ടിക്കോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും മന്ത്രിസഭ രക്ഷിക്കാൻ നടക്കുന്ന രമേശ് ചെന്നിത്തലയ്ക്കൊന്നും കഴിയില്ല എന്ന ഉറപ്പാണ് താങ്കൾക്ക്? അതെങ്ങനെ എന്റെ കത്ത് രമേശ് ചെന്നിത്തല അന്വേഷണമാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. അങ്ങേർക്ക് അറിയാതെ വരാൻ പോകുന്നത് എന്താണ്? അത് വിജിലൻസ് കൊടുക്കാതിരിക്കാൻ പറ്റുമോ അങ്ങേർക്ക്? മുഖ്യമന്ത്രി ഇത് പറയാൻ പറ്റുമോ എനിക്ക് തെളിവൊന്നുമില്ല എന്ന്? പുള്ളി എല്ലായിടപ്പോഴും പറഞ്ഞ് മാനിഷാനെതിരെ തെളിവൊന്നും ഇല്ലെന്ന് എന്റെ അറിവെന്ന്. അത് അങ്ങനെ പറയുന്ന വിജിലൻസ് ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അതൊന്ന് നിർത്താൻ വേണ്ടി കൂടിയായി ഈ കത്ത് കൊടുത്തിരിക്കുന്നത്, ഓപ്പൺ ആക്കിയത്. അല്ല രഹസ്യമായിട്ട് വെച്ചേനെ, എല്ലാവരും അറിഞ്ഞിരിക്കട്ടെ. എന്തിനീ ഒളിച്ചു കച്ചവടം? ശ്രീ PC ജോർജ്, ഇത്രയേറെ കാര്യങ്ങൾ അടുത്തറിയാവുന്ന, പിണക്കിയാൽ താങ്കൾ ഒരു അപകടകാരിയാണ് എന്നറിയാവുന്ന KM മാണി എന്തും വരട്ടെ, സരിതയുടെ ഡയറിയിൽ അല്ലെങ്കിൽ സരിതയുടെ ജയിൽ കുറിപ്പിൽ പേരുണ്ടാകട്ടെ, കോടതിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നോട്ടെ, പക്ഷെ വിടില്ല എന്ന ഒരു നിലപാട് സ്വീകരിക്കാൻ കാരണം എന്താണ്? ശ്രീ PC ജോർജ്. ശ്രീ PC ജോർജ്, സാധാരണ രീതിയിൽ കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുന്ന KM മാണിക്ക് താങ്കളെപ്പോലൊരാൾ അവസാന നിമിഷം വരെ പോരാടുന്ന സ്വഭാവക്കാരനാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും ആയിക്കോട്ടെ, മാണി ഇന്ന് വിചാരിക്കുന്ന PC ജോർജിനെ ഒപ്പം നിർത്തി ശരിയാക്കും, PC ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്ത് തെറിപ്പിക്കും, വരും ദിവസങ്ങളിൽ വേണമെങ്കിൽ വൈസ് ചെയർമാൻ സ്ഥാനത്ത് സസ്പെൻഡ് ചെയ്യും. ആ രീതിയിലേക്ക് മാണി ഒരു ഉറച്ച നിലപാടിലെത്തുമ്പോൾ എന്താണ് മാണിയെ നയിക്കുന്ന ഘടകം? ആര് സഹായിക്കും എന്ന തോന്നൽ? വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് കേട്ടിട്ടുണ്ടോ? അത് തന്നെ കാര്യം. ഈ പല നാൾ കട്ടാൽ ഒരു നാൾ പിടിക്കപ്പെടും, അറിയാമോ? ദൈവനീതി. ആ ദൈവനീതി പ്രാവർത്തികമാകുകയാണ്. അത് എന്നിലൂടെ ആകട്ടെ എന്ന് ദൈവം നിശ്ചയിച്ചാൽ പടച്ചവനെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? പരമേശ്വര ഞാൻ എന്ത് ചെയ്യും? വ്യക്തമാണ്. സരിതയിലൂടെ ദൈവം വന്നു എന്നാണ് കഴിഞ്ഞ ദിവസം R ബാലകൃഷ്ണപിള്ള പറഞ്ഞത്. ഇന്ന് വിനാശകാലെ വിപരീത ബുദ്ധി എന്ന നിലയിൽ ഇപ്പോൾ മാണിയിലൂടെയും ദൈവം വേറെ രീതിയിൽ പ്രത്യക്ഷപ്പെടുന്നു എന്ന് PC ജോർജ്. വളരെ നന്ദി ശ്രീ R ബാലകൃഷ്ണപിള്ള, ശ്രീ PC ജോർജ്, ശ്രീ ജയശങ്കർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.